ഒരു കഥ പറയൂ. കഥ പറയൂ. കഥ പറയൂ. കഥ 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 കഥയല്ല കഥകൾ. നമസ്കാരം കുട്ടികളെ. തെന്നാലി രാമൻ ഈ പേര് നമ്മളെല്ലാവരും ഒരുപാട് കേട്ടിട്ടുണ്ടാവും. 16-ാം നൂറ്റാണ്ടിലെ പ്രശസ്തമായിട്ടുള്ള വിജയനഗര സാമ്രാജ്യത്തിലെ മഹാരാജാവായിരുന്ന കൃഷ്ണദേവരായരുടെ സദസ്സിലെ 8 മഹാപണ്ഡിതന്മാരില് അഷ്ടദിഗ്ഗജങ്ങൾ എന്ന് പറയും. അഷ്ടദിഗ്ഗജങ്ങളില് പ്രമുഖനായിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ വിദൂഷകനായിരുന്നു, രാജാവിൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു, ഉപദേശകനായിരുന്നു ഗർലപതി തെന്നാലി രാമകൃഷ്ണൻ, നമ്മുടെ തെന്നാലി രാമൻ. അദ്ദേഹം കേവലം ഒരു വിദൂഷകൻ എന്നതിലുപരി തെലുങ്ക് സാഹിത്യത്തിലെ മഹാപണ്ഡിതൻ കൂടിയായിരുന്നു. അദ്ദേഹം ജനിച്ചത് ആന്ധ്രാപ്രദേശിലെ തെന്നാലി എന്ന ഗ്രാമത്തിലാണ്. ഹാസ്യത്തിലൂടെയും പരിഹാസത്തിലൂടെയും വലിയ വലിയ കാര്യങ്ങൾ പോലും വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കാനുള്ള അത്ഭുതകരമായിട്ടുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അദ്ദേഹത്തിന് മറ്റൊരു പേരും കൂടി വിളിക്കും, വികട കവി. വികടകവി എന്ന വാക്കിന്റെ ഒരു പ്രത്യേകത, നമ്മളത് തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും മലയാളത്തിലായാലും തെലുങ്കിലായാലും നമുക്ക് അതേപോലെ തന്നെ അത് വായിക്കാം. വികട കവി, വികട കവി. അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാലും അത് ഒരേപോലെ തന്നെ ആയിരിക്കും എന്നർത്ഥം. രാജസദസ്സില് ധാരാളം അഴിമതികളും അതുപോലെ പണ്ഡിതന്മാരുടെ അഹങ്കാരവും അങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അത് എല്ലാ കാലങ്ങളിലും ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അതിനെയൊക്കെ തന്റെ നർമ്മബുദ്ധി കൊണ്ട് നേരിട്ട വ്യക്തിയായിരുന്നു തെന്നാലി രാമൻ. നല്ല ബുദ്ധി സാമർഥ്യമാണല്ലോ. എത്ര വലിയ പ്രതിസന്ധികളെ ആയാലും അദ്ദേഹം വളരെ ബുദ്ധിപരമായിട്ട് തന്നെ അതിനെ മറികടന്നു. കേവലം ഒരു വിദൂഷകൻ എന്നതിലുപരി അദ്ദേഹം മഹാപണ്ഡിതനായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. തെലുങ്ക് സാഹിത്യത്തിലെ പഞ്ചമഹാകാവ്യങ്ങളിൽ ഒന്നായിട്ടുള്ള പാണ്ഡുരംഗ മഹാത്മ്യം രചിച്ച കവിയുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കഥകള് ഇന്നും ഏത് കാലത്തും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടമാണ്. നമ്മൾ മലയാളികൾക്ക് ഐതിഹ്യമാലയിലെ കഥകൾ എത്ര പ്രിയപ്പെട്ടതാണോ അതുപോലെ തന്നെയാണ് ഈ ലളിതമായ ഭാഷയിലെ വലിയ വലിയ തത്വങ്ങൾ പറഞ്ഞു തരുന്ന തെന്നാലി രാമന്റെ നാടോടി കഥകളും. അപ്പോ ഈ തെന്നാലി രാമന്റെ ഒരു കഥ നമുക്കൊന്ന് കേട്ടാലോ. തെന്നാലി രാമനും കള്ളന്മാരും. ഒരിക്കല് വിജയനഗര സാമ്രാജ്യത്തില് കള്ളന്മാരുടെ ശല്യം വല്ലാതെ കൂടി. എല്ലാ വീട്ടിലും തരം കിട്ടിയ കള്ളന്മാര് കിട്ടണതൊക്കെ എടുത്തിട്ട് പോവും. എല്ലാവരും സഹി കെട്ടിരിക്കണ ഒരു സമയം. ഒരു ദിവസം രാത്രി രാമൻ നോക്കിയപ്പോ എന്തോ ഒരു അനക്കം കേട്ടു. അങ്ങനെ നോക്കിയപ്പോ വീടിന്റെ പിന്നില് മാവിൻ ചുവട്ടില് ആരോ ഒളിച്ചിരിക്കുന്നു. ഒന്ന് കൂടി സൂക്ഷിച്ചു നോക്കിയപ്പോ അമ്മേ, കള്ളന്മാരാണ്. കയ്യില് ആയുധങ്ങളും ഇതൊക്കെയുണ്ട്. നമ്മളൊക്കെ ആണെങ്കിൽ പേടിക്കുംല്ലേ, എന്താ ചെയ്യേണ്ടത് എന്ന് വിചാരിക്കും. ഇദ്ദേഹത്തിന് ഒരു പേടിയില്ല, ഒരു പരിഭ്രമവും ഇല്ല. നേരെ വീടിന്റെ ഉള്ളിലേക്ക് കയറി, ഒന്നും അറിയാത്ത പോലെ കേട്ടോ. എന്നിട്ട് ഈ കള്ളന്മാര് കേക്കാൻ പാകത്തിന് ഭാര്യയെ ഉറക്കെ വിളിച്ചു. ഭാര്യയെ, നീ കേട്ടു? നാട്ടിലിപ്പോ കള്ളന്മാരുടെ ശല്യം സഹിക്കാൻ വയ്യാണ്ടായിരിക്കണു. അതുകൊണ്ട് നമ്മുടെ പണവും സ്വർണ്ണാഭരണങ്ങളും ഇതൊന്നും ഇനി വീട്ടിൽ സൂക്ഷിക്കണത് ഒട്ടും സുരക്ഷിതമായിട്ടുള്ള കാര്യല്ല. ഇതൊക്കെ കള്ളന്മാർക്ക് കേൾക്കാലോ. അവരുടെ കണ്ണുകൾ വിടർന്നു. വന്ന സ്ഥലം നന്നായി, ഇന്ന് കോളടിച്ചത് തന്നെ. അവർക്ക് ഭയങ്കര സന്തോഷമായി. എന്താ പറയണേന്ന് ശ്രദ്ധിക്കുകയാണ്. രാമൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ വിലപിടിപ്പുള്ള ഈ വസ്തുക്കൾ എല്ലാം കൂടിയിട്ട് ആ പഴയ വലിയ ഇരുമ്പ് പെട്ടിയിലേക്ക് ആക്കാം. എന്നിട്ട് ആരും അറിയണ്ട, ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ നമ്മുടെ തോട്ടത്തിൽ ആ കിണറുണ്ടല്ലോ അതിൽ കൊണ്ടുപോയി താഴ്ത്തി വെക്കാം. അതാവുമ്പോ ആരും ശ്രദ്ധിക്കില്ല. കള്ളന്മാർ ഒരിക്കലും അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഇതല്ലാണ്ട് വേറൊരു മാർഗമൊന്നുമില്ല. വേഗം എല്ലാം കൂടി ആ പെട്ടിയിലേക്ക് ആക്കാൻ നോക്കുന്നു. ഭാര്യ വിചാരിച്ചു, ഇതെന്ത് സംഭവം? ഏത് സ്വർണം, ഏത് പണം? രാമനെ ഒന്ന് നോക്കി. അപ്പൊ അദ്ദേഹം കണ്ണുകൊണ്ടൊരു ആംഗ്യം കാണിച്ചു. അപ്പൊ കാര്യം മനസ്സിലായി. അദ്ദേഹത്തിന്റെ ഭാര്യയാണല്ലോ അല്ലെ. ആ സൂത്രക്കെ പെട്ടെന്ന് മനസ്സിലാവും. രണ്ടുപേരും കൂടിയിട്ട് വീടിന്റെ ഉള്ളിൽ പോയി ഒരു വലിയ പെട്ടി എടുത്തു കൊണ്ടുവന്നിട്ട് അതിൽ നിറയെ നിറയ്ക്കുകയാണ്. എന്താ നിറയ്ക്കണത്?
കരിങ്കല്ലുകള്. ഇതിങ്ങനെ അതിൽ നിറച്ചു വെച്ചു. എന്നിട്ട് നന്നായി വലിയൊരു പൂട്ടൊക്കെ ഇട്ട് പൂട്ടി. എന്നിട്ട് അതിങ്ങെടുത്ത് രണ്ടാളും കൂടി പൊന്തിച്ച് ഈ കള്ളന്മാര് കാണണം ഇത് കൊണ്ടുവരണത് അല്ലെ. അത് കാണാൻ പാകത്തിന് കഷ്ടപ്പെട്ട്, നല്ല ഭാരല്ലേ, ഉള്ളില് കരിങ്കല്ലുകളാണല്ലോ. ഇത് കഷ്ടപ്പെട്ട് ചുമന്നുകൊണ്ട് കിണറ്റിൻകരയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഈ കൊണ്ടുവരുമ്പോ അദ്ദേഹം പറയുന്നുണ്ട്, സൂക്ഷിച്ച് പിടിക്കട്ടോ, ഇതിൽ നിറയെ സ്വർണ്ണ നാണയങ്ങളും രത്നങ്ങളും ഇതൊക്കെയാണ്. ആരെങ്കിലും ഇത് കാണുക, കേൾക്കുക, അറിയുകയൊക്കെ ചെയ്താ കഴിഞ്ഞു, നമ്മുടെ ഈ സ്വത്തുക്കൾ മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോവും. കള്ളന്മാര് അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ, അവർക്ക് സന്തോഷം കൊണ്ട് സഹിക്കാൻ വയ്യ. എത്രയും പെട്ടെന്ന് ഇവരതവിടെ വെച്ചിട്ട് ഒന്ന് പോയാ മതി, എന്നിട്ട് വേണം അത് എടുത്തോണ്ട് പോകാനായിട്ട്. അവര് നോക്കിയിരിക്കുകയാണ്. ഇവര് രണ്ടുപേരും ഈ പെട്ടി കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആട്ടി ആട്ടി 1 2 3 പറയലും ആ കിണറ്റിലേക്ക് ഒരിടലാണ്. പുതും ആ പെട്ടി വെള്ളത്തിലേക്ക് വീണ് താഴ്ന്നു പോയി. ഇനി നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാം എന്ന് പറഞ്ഞ് രാമനും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി അകത്തേക്ക് പോയി വിളക്കൊക്കെ കെടുത്തി അവര് ഉറങ്ങാൻ കിടന്നു. ഇവര് ഉറങ്ങിന്ന് മനസ്സിലായപ്പോ കള്ളന്മാര് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ആവേശം സഹിക്കാൻ വയ്യാട്ടോ. പക്ഷെ വന്നിട്ട് നോക്കിയപ്പോഴാണ് പ്രശ്നം. കിണറ്റിന് നല്ല ആഴണ്ട്, ഇഷ്ടം പോലെ വെള്ളവും. അപ്പൊ ഈ പെട്ടി എടുക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം വെള്ളം വറ്റിക്കണം. അന്ന് ഇന്നത്തെ പോലെ മോട്ടറൊന്നും ഇല്ലല്ലോ. ഒരു സ്വിച്ച് ഇട്ടു, മോട്ടർ അടിച്ചു, വെള്ളം പോയി, അങ്ങനെയൊന്നുമില്ലല്ലോ. വെള്ളം കോരണം. അവര് കിണറ്റിലെ വെള്ളം കോരി 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 തോട്ടത്തിലേക്ക് ഒഴിക്കാൻ തുടങ്ങി. ഒഴിച്ചൊഴിച്ചൊഴിച്ച് ഒരാളുടെ കൈ കഴിക്കുമ്പോ അടുത്ത ആൾ ഒഴിക്കും, പിന്നത്തെ ആള് കോരും, മാറി മാറി ചെയ്യും. കുറെ സമയം കഴിഞ്ഞു, വെള്ളമൊക്കെ ചുറ്റും നിറഞ്ഞു. അപ്പൊ ഇവരെന്ത് ചെയ്തു? അത് വേഗം ഒരാള് വെള്ളം കോരുമ്പോൾ മറ്റേ ആൾ അവിടെ തോട്ടത്തില് തെങ്ങുണ്ട്, തെങ്ങിന്റെ തടത്തിലേക്ക് വെള്ളം തിരിച്ചു വിട്ടു. അത് കഴിഞ്ഞ് അവിടെ വാഴ, അങ്ങനെ പല കവുങ്ങ്, അങ്ങനെ പല കൃഷികളുണ്ടല്ലോ, അതിന്റെ ഒക്കെ അവിടേക്ക് തടത്തിലേക്ക് വെള്ളം തിരിച്ചു വിട്ടു. അങ്ങനെ ഒരാളുടെ കൈ കഴിക്കുമ്പോ അടുത്ത ആള് ചെയ്യും, അങ്ങനെ മാറി മാറി ചെയ്ത്. അപ്പോഴും ഇവര് വിചാരിക്കണം എന്താ, സാരില്ല, കൈത്തിരി ബുദ്ധിമുട്ടിയാലും വിരോധമൊന്നുമില്ല, ഈ പെട്ടി കിട്ടി കഴിഞ്ഞാലും പിന്നെ നമുക്ക് ജീവിതകാലം മുഴുവൻ പണിയെടുക്കാണ്ട് ജീവിക്കാം, പിന്നെ ഈ മോഷണവും വേണ്ട, ഒന്നും വേണ്ട, നമുക്ക് ഇതില് തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്നുള്ള ചിന്തയില് അവരങ്ങനെ കഷ്ടപ്പെട്ട് മാറി മാറി വെള്ളം കോരലും തടെടുക്കലും ഒക്കെ ആയിട്ട് അവസാനം തളർന്നു കേട്ടോ. സമയം കുറേ കഴിഞ്ഞു, നേരം പുലരാറായി. പക്ഷെ ഭാഗ്യം, കിണറ്റിലെ വെള്ളം കുറഞ്ഞു. രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട എന്താ, അവര് കഷ്ടപ്പെട്ട് ആ കിണറ്റിൽ ഇറങ്ങിയിട്ട് ആ പെട്ടി ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് സന്തോഷം സഹിക്കാൻ വയ്യ, എത്രയും കഷ്ടപ്പെട്ടാലും ഈ പെട്ടി എന്റെ കയ്യിലേക്ക് കിട്ടിയില്ലോ, ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയില്ലോ എന്ന് വിചാരിച്ച് അവര് ആകാംക്ഷ കൊണ്ടേ എന്ത് ചെയ്തു, വേഗം തന്നെ ആ പെട്ടി തുറന്നു. തുറന്നിട്ട് നോക്കിയപ്പോ കണ്ട കാഴ്ച എന്താ, അവിടെ രത്നവും ഇല്ല, സ്വർണവും ഇല്ല, ഒന്നുമില്ല, നിറയെ കരിങ്കല്ലുകൾ. തലയിൽ കൈ വെച്ചു. രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടത് മുഴുവനും വെറുതെയായി. അപ്പോഴേക്കും നേരം വെളുത്തു. ഇതൊക്കെ കണ്ടുകൊണ്ട് രാമൻ അവിടെ അകത്തിരിക്കുന്നുണ്ടേ. ഒന്നും അറിയാത്ത പോലെ വാതിലൊക്കെ തുറന്നു, ഒരു കോട്ടുവായൊക്കെ ഇട്ടിട്ട് മുറ്റത്തേക്ക് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് തോട്ടത്തിലേക്ക് നോക്കി. അല്ല, എന്റെ തോട്ടത്തില് തെങ്ങും വാഴയും ഒക്കെ നനഞ്ഞുണ്ടല്ലോ. ഈ പാതിരയ്ക്ക് മഴയും പെയ്തു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ കള്ളന്മാരെ നോക്കി ചിരിച്ചു. അവരെ നോക്കിയിട്ട് വേഗം വന്നിട്ട് പറഞ്ഞു, എന്റെ കൂട്ടുകാരെ ഒരുപാട് നന്ദി. മഴ പെയ്യാത്തത് കൊണ്ട് എന്റെ തോട്ടം ഉണങ്ങി കിടക്കുകയായിരുന്നു. നിങ്ങൾ രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് എന്റെ തോട്ടമൊക്കെ നന്നായിട്ട് നനച്ചു തന്നു. ഈ കഷ്ടപ്പാടിന് രാജാവിന്റെ കയ്യിൽ നിന്ന് നല്ല സമ്മാനം തന്നെ നിങ്ങൾക്ക് വാങ്ങി തരാനായിട്ട് നിങ്ങളെ ഞാൻ രാജസദസ്സിലേക്ക് കൊണ്ടുപോട്ടെ. അയ്യോ, ഇപ്പോഴവർക്ക് മനസ്സിലായത് ഈ തെന്നാലി രാമൻ ഞങ്ങളെ കെണിയിൽ പെടുത്തിയതാണ്. ഇനി ഇവിടെ നിന്ന് എന്തുണ്ടാവും, നേരെ രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അവര് ജീവനും കൊണ്ടവിടെ നിന്ന് ഒരൊറ്റ ഓട്ട.
ഈ ഓടിയ ഓട്ടത്തില് അവിടെ ഇനി പുല്ലും കൂടി മുളച്ചിട്ടുണ്ടാവില്ല. അത്രയും ഗംഭീര ഓട്ടം. കുട്ടികളെ, ഭയപ്പെടേണ്ട സാഹചര്യത്തില് പരിഭ്രമിച്ചു നിൽക്കാതെ ബുദ്ധിപൂർവം ചിന്തിച്ചു കഴിഞ്ഞാൽ ഏത് ശത്രുവിനെയും ഏത് പ്രതിസന്ധിയെയും നമുക്ക് മറികടക്കാം എന്ന വളരെ വലിയൊരു തത്വമാണ്, സന്ദേശമാണ് ഈ ഒരു രസകരമായിട്ടുള്ള കഥയിലൂടെ തെനാലിരാമൻ നമുക്ക് കാണിച്ചു തരുന്നത്. എല്ലാ കുട്ടികൾക്കും സസ്നേഹ നമസ്കാരം.